കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവരും PR പ്രോസസിംഗിനായി കാത്തിരിക്കുന്നവർക്കും ഏറ്റവും പുതിയൊരു നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാനഡയുടെ ഔദ്യോഗിക ഇമിഗ്രേഷൻ വകുപ്പായ IRCC ഓഗസ്റ്റ് 10-ന് തങ്ങളുടെ പ്രോസസിംഗ് ടൈമിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. പെർമനന്റ് റെസിഡൻസി, ഫാമിലി സ്പോൺസർഷിപ്പ്, സിറ്റിസൺഷിപ്പ് അപേക്ഷകളുടെ പുതിയ കാത്തിരിപ്പ് സമയം പുറത്തു വരുമ്പോൾ ചിലർക്ക് സന്തോഷ വാർത്തയാണെങ്കിൽ മറ്റു ചിലർക്ക് കാത്തിരിപ്പ് ദൈർഘ്യം ഏറിയതാക്കുന്നു. എക്സ്പ്രസ് എൻട്രി വഴിയുള്ള ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം അപേക്ഷകരുടെ പ്രോസസിംഗ് സമയം വേഗത്തിലായോ, മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും കാനഡയിലേക്ക് കൊണ്ടുവരാനുള്ള പേരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പേരന്റ്സ് പ്രോഗ്രാമിലെ നിലവിലെ അവസ്ഥ എന്താണ്, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അപേക്ഷകരെ കാത്തിരിക്കുന്നത് എന്താണ്, ഈ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷനെ എങ്ങനെ ബാധിക്കുമെന്നെല്ലാമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യമായി കാനഡയിലേക്ക് എക്സ്പ്രസ് എൻട്രി വഴി അപേക്ഷിക്കുന്നവർക്ക് വളരെ ആശ്വാസം നൽകുന്നൊരു വാർത്തയുണ്ട്. ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാമിലെ പ്രോസസിംഗ് സമയത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാമിന്റെ കാത്തിരിപ്പ് സമയം മുൻപ് 7 മാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് 6 മാസമായി കുറഞ്ഞിട്ടുണ്ട്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസിന്റെ പ്രോസസിംഗ് സമയം മാറ്റമില്ലാതെ 6 മാസമായി തന്നെ തുടരുന്നു. അതായത് IRCC നിശ്ചയിച്ചിട്ടുള്ള 6 മാസത്തെ ഔദ്യോഗിക സർവീസ് സ്റ്റാൻഡേർഡിലേക്ക് ഈ 2 വിഭാഗങ്ങളും ഇപ്പോൾ എത്തി നിൽക്കുന്നു. നിലവിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ബാക്ക്ലോഗിൽ 59,700 അപേക്ഷകളും ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം വിഭാഗത്തിൽ 52,400 അപേക്ഷകളുമാണ് തീരുമാനത്തിനായി കാത്തു നിൽക്കുന്നത്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ആയിരക്കണക്കിന് ഫയലുകൾ തീർപ്പാക്കാൻ ഇമിഗ്രേഷൻ വകുപ്പിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും വാർത്തകൾ പ്രതീക്ഷ നൽകുന്നതല്ല. പ്രത്യേകിച്ച് നോൺ എക്സ്പ്രസ് എൻട്രി വഴി അപേക്ഷിച്ച പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അപേക്ഷകർക്ക് കാത്തിരിപ്പ് സമയം വീണ്ടും കൂടിയിട്ടുണ്ട്. നോൺ എക്സ്പ്രസ് എൻട്രി കാത്തിരിപ്പ് സമയം 12 മാസത്തിൽ നിന്നും 13 മാസമായി ഉയർന്നു. 1,400-ലധികം അപേക്ഷകൾ പൂർത്തിയാക്കിയിട്ടും ബാക്ക്ലോഗ് കാരണം പ്രോസസിംഗ് സമയം 1 മാസം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എക്സ്പ്രസ് എൻട്രി വഴിയുള്ള PNP പ്രോസസിംഗ് സമയം മാറ്റമില്ലാതെ 7 മാസമായി തുടരുന്നു. അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിന്റെ കാത്തിരിപ്പ് സമയം മാറ്റമില്ലാതെ 26 മാസമായി തന്നെ നിൽക്കുന്നു. ക്യൂബക് പ്രവിശ്യയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാമിന് 11 മാസവും ബിസിനസ് ക്ലാസിന് ദീർഘമായ 75 മാസവും തന്നെയാണ് പ്രോസസിംഗ് സമയം. ഇനി കാനഡയിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്പോൺസർ ചെയ്യാൻ കാത്തിരിക്കുന്ന കുടുംബങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ സമ്മിശ്രമായ മാറ്റമാണ് കാണാൻ സാധിക്കുന്നത്. മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെയും സ്പോൺസർഷിപ്പിൽ നേരിയ ആശ്വാസമുണ്ട്. കാനഡയ്ക്ക് പുറത്തുള്ള പ്രവിശ്യയിൽ PGP അപേക്ഷകളുടെ കാത്തിരിപ്പ് സമയം 30 മാസത്തിൽ നിന്നും 1 മാസം കുറഞ്ഞ് 29 മാസമായി. ക്യൂബക്കിൽ ഇത് 65 മാസത്തിൽ നിന്നും 64 മാസമായി കുറഞ്ഞിട്ടുണ്ട്. ഇവിടെയും 1 മാസത്തിന്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പങ്കാളികളെ സ്പോൺസർ ചെയ്യുന്നതിലെ സമയം മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. കാനഡയ്ക്കകത്ത് കഴിയുന്ന പങ്കാളികളെ സ്പോൺസർ ചെയ്യാൻ 27 മാസവും കാനഡയ്ക്ക് പുറത്തുള്ള പങ്കാളികളെ സ്പോൺസർ ചെയ്യാൻ 17 മാസവും, ക്യൂബക് പ്രവിശ്യയിലാണെങ്കിൽ ഇത് യഥാക്രമം 32 മാസവും 33 മാസവുമാണ് ഇപ്പോൾ കാണിക്കുന്നത്. കനേഡിയൻ പൗരത്വത്തിനായി അപേക്ഷിച്ചവർക്ക് മാറ്റങ്ങളൊന്നുമില്ല. സിറ്റിസൺഷിപ്പ് ഗ്രാന്റിൽ നിലവിലുള്ള സമയം 12 മാസം തന്നെയാണ്. നിലവിൽ 3,28,200 അപേക്ഷകളാണ് സിറ്റിസൺഷിപ്പ് വിഭാഗത്തിൽ IRCCയുടെ പക്കലുള്ളത്. 2026 ഓഗസ്റ്റ് മാസത്തിലെ ഈ പുതിയ അപ്ഡേറ്റ് പ്രകാരം എക്സ്പ്രസ് എൻട്രി വഴിയുള്ള ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം കൂടാതെ പേരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പേരന്റ്സ് പ്രോഗ്രാം അപേക്ഷകർക്ക് സമയം അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ബേസ് PNP അപേക്ഷകർക്ക് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ അപേക്ഷ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി പ്ലാൻ ചെയ്യുക. പ്രോസസിംഗ് സമയം എന്നത് കേവലം ഒരു അനുമാനം മാത്രമാണ്. നിങ്ങളുടെ ഫയലിന്റെ സങ്കീർണതയും സമർപ്പിച്ച രേഖകളുടെ കൃത്യതയും അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വരാം. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.